നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതും ഒരു ചെറിയ ബഡ്ജറ്റിനകത്ത് തീരെ ചെറുതെന്നല്ല എന്നാലും നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു 3 ബെഡ്റൂം വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുത്തുന്നത്. എറണാകുളം ജില്ലയിലാണ് വീട് വരുന്നത്. ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ പോലും തൊട്ടടുത്തൊക്കെ ധാരാളം വീടുകളും വരുന്നുണ്ട്. 1700 സ്ക്വയർ ഫീറ്റ് ആണ് വീടിന് വരുന്നത്. 3.63 സെന്റില് 3 ബെഡ്റൂം ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്റർ. അപ്പൊ ലൊക്കേഷൻ മനസ്സിലായല്ലോ, പൂക്കാട്ടുപടിക്ക് തൊട്ടടുത്താണ്. വെറും 2 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12, ഇടപ്പള്ളിയിലേക്ക് 13, ആലുവ ഭാഗത്തേക്ക് 9 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് വെറും 16 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ബാക്കി വീടിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അത്യാവശ്യത്തിന് വീതിയുള്ള വഴി തന്നെയാണ് നമ്മുടെ ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം അത്യാവശ്യം എൻഡ് ആയതുകൊണ്ട് തന്നെ വീടിനകത്ത് കൂടാതെ അത്യാവശ്യം ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ഒരു വാഹനത്തിലൂടെ നമ്മുടെ ഈ ഒരു പുറത്ത് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആണ്. ചെറു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്, ഡിസൈനുകൾ വരുന്നുണ്ട്. മെയിൻ പില്ലറുകളിലായിട്ട് ഷോ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ കോമ്പിനേഷൻ ഒക്കെയാണ് വരുന്നത്. ബ്രൗൺ ഷെയ്ഡിലുള്ള ടെക്സ്ചർ വർക്ക് കൂടാതെ തന്നെ മെയിൻ ആയിട്ട് വൈറ്റ് ആൻഡ് ഒരു ഗ്രേ ഷെയ്ഡാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നത്. ബാൽക്കണിയുടെ പോർഷൻ കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ഷോ വോള് കിട്ടുന്നുണ്ട്. ആ ഭാഗത്ത് നോക്കിയാലും നല്ലൊരു ഗ്രേ ഡിസൈനിൽ വൈറ്റ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ അകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഫ്ലോറിൽ ഇതുപോലെ സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഒന്നാമത്തെ കാറ് കവേർഡ് ആയിട്ടുള്ള ഈ ഒരു കാർ പോർച്ചിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു പില്ലർ നോക്കിക്കോളൂ, വലിയ വിത്ത് ആയിട്ടുള്ള ഒരു വൈഡ് ആയ ഒരു പില്ലർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയ്ക്ക് നോക്കിയാൽ GA പൈപ്പിന് ചെറിയൊരു വർക്ക് കൂടി വരുന്നുണ്ട്. കാർ പോർച്ചിന്റെ മുകളിലൊക്കെ ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പില്ലർ നോക്കിയാൽ നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ രണ്ടാമതൊരു ചെറിയ കാറ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ടോട്ടലി 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ഡിസൈനിലാണ് നമുക്ക് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് കിച്ചൺ, ഇവിടെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വർക്ക് ഏരിയക്കായിട്ടുള്ള ഫ്ലോറിംഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് ബാക്കിലേക്ക് വരുന്ന സ്പേസ് മെറ്റൽ ചിപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. എങ്കിൽ പോലും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഏരിയ വരുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡ് ആണ്. ഇവിടെയും ഏരിയ നോക്കുവാണെങ്കിൽ നല്ല വൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. 2-3 ചെയറുകൾ നിങ്ങൾക്ക് ഇവിടെ ഇടാം. ഇവിടുത്തെ വുഡൻ ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും തേക്കിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഇതേപോലെ ഡിസൈനിൽ 2 പാളിയിൽ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പാസേജ് ആണ്. നമുക്ക് നേരെ ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്ക് എൻ്റർ ചെയ്യാം. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടി അതിനകത്ത് വരുന്നുണ്ട്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. പുറത്തേക്കുള്ള പോർഷൻ എല്ലാം തന്നെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസ് 12.5-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നിങ്ങൾക്ക് TV യൂണിറ്റ് വരുന്നത്. ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളും എല്ലാം ചെയ്തിട്ട് നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ക്ലോസ്ഡ് കബോർഡുകളാണ് വരുന്നത്. നേരെ മുകളിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു എൻട്രൻസ്, ലിവിംഗ് സ്പേസിന്റെ എൻട്രൻസ് ഒക്കെ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഭംഗിയായ ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെയായിട്ടാണ് കിട്ടുന്നത്. 14.5-9 ഫീറ്റ് ആണ് ഡൈനിങ് ഹാളിൽ വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിൽ വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഡിസൈനോട് കൂടിയിട്ട് ഹാൻഡ് ടൈൽസും ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. പെർഗോള മോഡലിൽ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്ന ആ ഒരു വോളിന്റെ കോർണർ പോർഷനിലൊക്കെ നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ വിൻഡോസ് കാണാം. ഏറ്റവും ടോപ്പിലായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. മുകളിലും താഴെയൊക്കെ നല്ലൊരു പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടാണ് ഡൈനിങ് ഹാള് കിട്ടുന്നത്. മുകളിലെ ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ്. ബാക്കിയുള്ള പോർഷൻസ് നോക്കുവാണെങ്കിൽ വുഡൻ പാനലിംഗും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ പാനലിംഗ് ചെയ്തിട്ട് നമുക്ക് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇൻവെർട്ടേഴ്സ് വെക്കാനും സാധനങ്ങൾ സൂക്ഷിക്കാനും ഒക്കെ ആ ഒരു ഏരിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടുത്തെ വാഷ് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകളും മിററും വരുന്നുണ്ട്. താഴെ ക്ലോസ്ഡ് കബോർഡുകളാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷ് ബേസിൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. നേരെ വന്നോളൂ, ബെഡ്റൂം കാണാം. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്.
12 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് 3 വിൻഡോസ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കബോർഡുകളായിട്ടുമാണ് വരുന്നത്. റൂഫ് ആണെങ്കിലും സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ലൊരു വർക്കും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിൽ വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ ഈ ഒരു മോഡലിലാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഡിസൈനർ ടൈലുകളാണ് വോളിലും ഫ്ലോറിലും എല്ലാം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. നമുക്കിനി കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. കിച്ചണിന്റെ ആ എൻട്രൻസിന്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇതുപോലെ ക്രോക്കറി ഷെൽഫ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മുകളിലെ ഗ്ലാസും താഴെ വുഡൻ ഡോറും ആണ് വരുന്നത്. കിച്ചണിന്റെ എൻട്രൻസ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോർ വെക്കാം, അതല്ലെങ്കിൽ ഓപ്പൺ കിച്ചൺ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് 3 വിൻഡോസ് കാണാം. താഴെയും മുകളിലുമായിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. സ്പേഷ്യസ് ആയ കിച്ചൺ ആണ് കിട്ടുന്നത്. റൂഫിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വരുന്നത്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കിച്ചൺ കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെയും നിറയെ കബോർഡുകൾ തന്നെയാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. വിൻഡോസ് വരുന്നുണ്ട്. രണ്ടാമതൊരു സിങ്കും പൈപ്പ് കണക്ഷനും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. വർക്ക് ഏരിയക്കുള്ള ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ഇങ്ങനെയാണ്. ഈ ഒരു വിൻഡോ നിങ്ങൾ കണ്ടതാണ്. കോർണർ പോർഷനിലുള്ള ഡിസൈനും കണ്ടതാണ്. റൂഫിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം ചെറിയ രീതിയിൽ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഹാളിലാണ്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ട് തന്നെ ഒരു ഹാൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് പറയാം. ഈ ഒരു ഭാഗത്തുള്ള ഡോർ തുറന്നാൽ നമുക്ക് നേരെ ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇൻഡിപെൻഡന്റ് ആയ വീടാണെങ്കിൽ പോലും ചുറ്റിനും നമുക്ക് വീടുകളൊക്കെ ഉണ്ട്. സേഫ് ആയ ഏരിയ ആണ്. ബസ് റൂട്ടിൽ നിന്ന് വെറും 350 മീറ്റർ ആണ് വരുന്നത്. 2 ബാൽക്കണിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു പോർഷൻ കംപ്ലീറ്റ് ഓപ്പണും ഒരു പോർഷൻ ക്ലോസ്ഡും ഉള്ള ബാൽക്കണി ആയിട്ടാണ് കിട്ടുന്നത്. താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. നമ്മൾ ടോട്ടലി രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇനി കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വോളിൽ 2 വിൻഡോസും അവിടെ 3 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഒന്നിച്ച് ഈ ഒരു ഭാഗത്ത് വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ മുകളിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് വർക്കുകൾ ലൈറ്റ് ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഗ്രേ കളറിലെ ഡിസൈൻ ഉള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ബാത്റൂം ആണ്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം കഴിഞ്ഞു. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഏരിയ ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിട്ടുന്നുണ്ട്. വാഷ് ബേസിൻ വെക്കാനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഫിക്സ് ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ നേരെ വന്നിരിക്കുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി റൂമായിട്ടോ റീഡിംഗ് റൂമായിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസിലേക്കാണ്. കംപ്ലീറ്റ്ലി കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഗ്ലാസിന്റെ വിൻഡോസ് വരുന്നുണ്ട്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. അങ്ങനെ ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഏരിയ സ്പേഷ്യസ് ആണ്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 12 ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. ടോട്ടലി ചുറ്റിനും നോക്കുവാണെങ്കിൽ വിൻഡോസ് ധാരാളം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിൽ വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ ഷെയ്ഡുള്ള ടൈലുകളാണ്, ഡിസൈനർ ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഇന്ന് പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ വെറും 350 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വീടുകളാണ്. പക്ഷെ ചുറ്റിനും വീടുകളൊക്കെ വരുന്നത് കൊണ്ട് നല്ല സേഫ് ആയ ഏരിയയിലാണ് വീട് വരുന്നത്. കാമാൻ ക്വയറ്റായിട്ട് താമസിക്കുകയും ചെയ്യാം. മെയിൻ റോഡിന് അടുത്തുമായിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫോ പാർക്കിലേക്കും ഇടപ്പള്ളിയിലേക്കും ആലുവ എയർപോർട്ട് എല്ലാം വളരെ ഈസിയാണ്. വെറും 16 കിലോമീറ്റർ ആണ് എയർപോർട്ടിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത്. 3.63 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1700 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 3.63 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. 2 ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. 2 കിച്ചണുകൾ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കിച്ചണുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റിയും, അതുകൂടാതെ നമ്മളുടെ ഈ ഒരു വീട് എൻഡ് പോർഷനിൽ വരുന്നത് കൊണ്ട് പുറത്തുകൂടി നമ്മൾക്കൊരു ഗസ്റ്റുകളുടെ ഒക്കെ കാർ വന്നാൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. പ്രൈസ് എത്രയാണെന്നല്ലേ, 68 ലക്ഷം രൂപ. ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. 68 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫിനാൻസ് ഫെസിലിറ്റിയിലും ഈ വീട് സ്വന്തമാക്കാം. ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും.
സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ കോൾ എടുത്തില്ല എങ്കിൽ വിഷമിക്കേണ്ട. ഞങ്ങളുടെ നമ്പറുകളിലേക്ക് ജസ്റ്റ് ഒരു ഹായ് എന്ന് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്താൽ നിങ്ങളുടെ കോൾ ഞങ്ങൾക്ക് മിസ്സാവില്ല, തിരിച്ചു വിളിച്ചോളാം. ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന വീടുകൾക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡാണ്. അത് മെയിൻ റോഡിൽ നിന്ന് അധികം ദൂരത്തിലല്ലാതെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണണ്ടേ മാർബിൾ ഹോംസിലൂടെ. അതുവരേക്കും ബൈ.